സ്റ്റേജ് പെർഫോമൻസ് അല്ലേ നടത്തിയിട്ടുള്ളത്. തിരിച്ച് സ്റ്റേജ് പെർഫോമൻസ് മാത്രമല്ല, എൻ്റെ ഡാൻസ് ഫിലിംസ് ഇപ്പം മുംബൈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ വന്നിട്ടുള്ളതാണ്. അത് ഞാൻ തന്നെയാണ് ചെയ്തത്. പക്ഷെ ആദ്യമായി ഒരു സിൽവർ സ്ക്രീൻ പ്രസൻസ് ഒരു വലിയൊരു ക്യാൻവസിലാണ് തിയേറ്ററിൽ. ഇതിന്റെ ഒരു പ്രണയമാണല്ലോ ഇത് പശ്ചാത്തലം. അപ്പൊ ഈ ഒരു പ്രണയം കാര്യം നൃത്തത്തിലൂടെ എല്ലാം ആവിഷ്കരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചിത്രമായിട്ട് നമ്മുടെ മുമ്പിൽ മറ്റൊരാളുടെ മുമ്പിലോട്ട് അവരുടെ പ്രണയം നമ്മൾ അനുഭവിച്ച പ്രണയമായിരിക്കില്ല ഒരു പക്ഷേ ഇതിൽ കൺവേ ചെയ്യേണ്ടി വന്നത്, മറ്റൊരു പ്രണയമായിരിക്കും. അപ്പൊ എങ്ങനെയുണ്ട് ഒരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു വർക്ക് ചെയ്യുമ്പോഴും. വർക്ക് ചെയ്ത് കഴിഞ്ഞ് ആക്ച്വലി കാണുമ്പോൾ അതിൻ്റെ ഇരട്ടി മധുരം. നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ അറിയില്ലല്ലോ, ഈ സ്കാറ്റേഡ് ആയിട്ടുള്ള ഷോർട്സ് അല്ലേ ഇത്. നമ്മൾ ഈ മൊത്തം കറക്റ്റായി കമ്പൈൽ ചെയ്ത് വരുമ്പോഴേക്കും അതിൻ്റെ അതിലാണല്ലോ ക്രാഫ്റ്റ് കിടക്കുന്നത്. നല്ല 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 ഒരു പീസ്, അതിൻ്റെ ക്രാഫ്റ്റ് മാത്രമൊക്കെ കൊള്ളാം. ഇതിൽ പറയുന്നുണ്ടല്ലോ എന്ത് കണ്ടിട്ടാ പ്രണയിച്ചേന്ന് പറയാം, സോൾ കണക്ഷൻ ആണെന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു പ്രണയത്തിൽ സോൾ കണക്ഷൻ ഉള്ളത് കൊണ്ടാണോ ഇല്ലാത്തത് കൊണ്ടാണോ ഇപ്പോഴത്തെ ഒരു പ്രണയം നമുക്ക് ഫീൽ ചെയ്യാത്തത്? കാര്യം ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഒരു പ്രണയം അവർക്ക് ഉണ്ടാവുമല്ലോ സോൾ കണക്ഷൻ. ഇപ്പോഴത്തെ ജനറേഷൻ കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് സോൾ കണക്ഷൻ. നമ്മുടെ കാലത്തൊന്നും അങ്ങനെ ഉപയോഗിച്ചില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അല്ല, അന്ന് നമ്മൾക്ക് അറിയാം. പക്ഷെ ഇങ്ങനെ ഈ രണ്ട് വാക്ക് ആക്ച്വലി ഈ പടത്തിൽ ആ വാക്കിട്ടതും ഞാനാണ്, സോൾ കണക്ഷൻ എന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നു അത് കറക്റ്റ് ആണല്ലോ. ഒരു റീസൺ വേണ്ടല്ലോ. ഒരാളെ പല മാനദണ്ഡങ്ങൾ കൊണ്ടിട്ടാണ് അങ്ങനെ ആയാലേ ഇങ്ങനെ ആയാലേ. പൊതുവെ റിലേഷൻഷിപ്സും മാരേജസും അങ്ങനെയാണല്ലോ. നമ്മൾ അതിന്ന് വെളിയിൽ വരുമ്പോഴാണല്ലോ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നത്. അതല്ലാണ്ട് അത്തരമൊരു നോർമലോ ഒരു ഫിക്സ്ഡ് ഫോമിലോ അല്ലല്ലോ ഇമോഷൻ വർക്ക് ചെയ്യും. സിനിമ പ്രേക്ഷകർ അംഗീകരിക്കും അല്ലെങ്കിൽ സ്വീകരിക്കുന്നു. അതായത് സിനിമ കാണുന്ന ഒരു പ്രേക്ഷകയായിട്ട് ഇരുന്നിട്ട് എന്ത് തോന്നുന്നു ഈ പ്രണയം സാധാ പ്രേക്ഷകരിലൂടെ? അതായത് ഇപ്പൊ നമുക്ക് ജനറേഷൻ പ്രണയമാണല്ലോ, പഴയ ജനറേഷൻ അങ്ങനെയാണല്ലോ ഇപ്പൊ സിനിമയെ തന്നെ കാണുന്നത്. പഴയ പോലെ ഒരു സിനിമയല്ലല്ലോ സ്വീകരിക്കുന്നത്. ന്യൂ ജനറേഷൻ പ്രണയം, ന്യൂ ജനറേഷൻ സിനിമ, ഓരോ ടൈപ്പ് ഇഷ്ടം. അപ്പൊ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ എല്ലാവരും ഈ പ്രണയത്തെ അനുഭവിക്കും, അല്ലെങ്കിൽ പണ്ടത്തെ കാലത്തെ അനുഭവിച്ചു കൊണ്ടിരുന്ന പ്രണയം ഇപ്പോഴത്തെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും എന്നൊക്കെ തോന്നിയോ സിനിമ കണ്ടപ്പോ? പ്രണയം മീൻസ് പ്രണയം. ഇനി ഏത് രൂപത്തിലും ഭാവത്തിലും ഏത് കാലത്ത് വന്നാലും ആൾക്കാർക്ക് ഏറ്റവും മനസ്സിലാവുന്നതും മനസ്സിലാവാത്തതും ഇതാണ്. അങ്ങനെ പറഞ്ഞോ? അറിയില്ല. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. പ്രണയിച്ചൊരു പ്രണയിക്കാത്ത ഒരു സിനിമ കാണുക എന്നാ പറഞ്ഞത്. അതെ അതെ, പോസ്റ്ററിനകത്തൊക്കെ ഉണ്ട്, നന്നായിട്ട് വായിച്ചു നോക്കിയാൽ. പറയാൻ വഴിയില്ല. കാര്യം എല്ലാരും പ്രണയിക്കാത്ത ആരും ഇല്ലല്ലോ. ചിലപ്പോ അങ്ങനെ ആയിരിക്കാം, സജസ്റ്റീവ് ആയിട്ട്. അതാ മേ ബി റൈറ്റ്.